Welcome to another session. In this class, we are going to discuss about contouring. You might have heard the term Condor Map. See this picture. This is actually a view of a mountain terrain from the top. ഒരു മലനിരകൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മലയുടെ ഒരു പീക്കായിട്ടുള്ളൊരു സ്ഥലമാണ്, ഉയർന്ന സ്ഥലമാണ്. അതുപോലെ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ഒരു മലയുടെ ഒരു റിഡ്ജ് ലൈനാണത്. പിന്നെ ഇതൊരു വാലി ലൈനാണ്. ഞാൻ ഈ ഡയഗ്രാം കൂടെ കാണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറേ ലൈനുകൾ വരച്ചിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് കുറച്ചധികം ലൈനുകൾ വളരെ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് പോകുന്നുണ്ട്. അതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുന്ന സമയത്ത്, അതായത് ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഇവിടെ റിവർ പുഴ ഒഴുകുന്നുണ്ട്. അതിനോടടുത്ത സ്ഥലങ്ങൾ എന്തായാലും ഒരു പ്ലെയിൻ ലാൻഡ് ആയിരിക്കും, ഒരു സ്ലോപ്പില്ലാത്ത ലാൻഡ് ആയിരിക്കും. അവിടെ വളരെ കുറച്ച് ലൈൻസേ കാണുന്നുള്ളൂ. അതേസമയം ഈ ഒരു മലയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ സ്പേസിങ്, ഈ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ചില പ്രത്യേക ഏരിയ എത്തുമ്പോൾ വളരെ അടുത്തായിരിക്കും ഈ ലൈനുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, ഈ ലൈനുകൾ അടുത്തടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പാണ്, വളരെ ചെങ്കുത്തായിട്ടുള്ള ചെരിവ് എന്ന് പറയും ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലം വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പ് അല്ലെങ്കിൽ ചെങ്കുത്തായ സ്ഥലമാണ്. അതേസമയം ഈ പുഴയുടെ അടുത്ത് വരുന്ന ഈ ഭാഗങ്ങൾ, ഇവിടെ ലൈനുകൾ അധികം ഇല്ലാത്തതുകൊണ്ട്, ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് ഇത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ടെറൈൻ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ് എന്നും പറയാം. ഇനി അതിനുശേഷം ഏറ്റവും മുകളിലെത്തുമ്പോൾ, മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി അവിടെ എത്തുമ്പോൾ ഒരു സിംഗിൾ സർക്കിളായിട്ട് മാറി. ഇതാണ് ഏറ്റവും മലയുടെ ടോപ്പ് പ്രദേശം. അവിടെയും ഒരുവിധം ഫ്ലാറ്റായിട്ടാണ് ഇത്രയും ഏരിയ കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നത് ഇതിനകത്ത്? ആക്ച്വലി ദീസ് ലൈൻസ്, വാട്ട് ആർ ദീസ് ലൈൻസ്? ദീസ് ലൈൻസ് ആർ കോൾഡ് കോണ്ടൂർ ലൈൻസ്. ഓൾ ദീസ് ലൈൻസ് ആർ കോൾഡ് കോണ്ടൂർ ലൈൻസ്. So let us study in detail about contour lines. These are the lines showing the elevation of points on ground surface. Elevation അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ, ഒരു ഡാറ്റം സർഫസിൽ നിന്നുള്ള റെഡ്യൂസ് ലെവൽ ഈ 820 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 820 എന്ന് പറഞ്ഞാൽ ഈ ലൈനിലുള്ള ഗ്രൗണ്ടിലുള്ള എല്ലാ പോയിന്റുകൾക്കും 820 എന്ന് പറയുന്ന ഹൈറ്റാണ്. നെക്സ്റ്റ് ലൈനിൻ്റെ ഹൈറ്റ് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിനടുത്ത ലൈനിൻ്റെ വേറൊരു ഹൈറ്റാണ്. ഇനി 820 കഴിഞ്ഞ് 1000 എന്ന് പറയുന്ന ലൈൻ, ഈ ഒരു ലൈനുണ്ട്. ആ ലൈനിൽ വരുന്ന എല്ലാ ഭൂമിയിലുള്ള എല്ലാ പോയിന്റുകൾക്കും ഈ 1000 മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് ആയിരിക്കും. മലയുടെ മുകളിലേക്ക് പോകുന്തോറും ഹൈറ്റ് കൂടിക്കൂടി വരും. നിങ്ങൾക്കിവിടെ 2000 എന്ന് കാണാൻ പറ്റും. 2000 ലൈനുണ്ട്, അതിന് മുകളിലാണ് 2600 ലൈൻ, ഏറ്റവും ടോപ്പിൽ 3000. ഈ ലൈൻ 3000 എലിവേഷനുള്ള ലൈനാണ്. അപ്പോൾ കോണ്ടൂർ ലൈൻ മീൻസ് ലൈൻ കണക്റ്റിംഗ് പോയിന്റ്സ് ഹാവിങ് സെയിം എലിവേഷൻ ഓൺ എർത്ത് സർഫസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ കോണ്ടൂർ ഓർ എ കോണ്ടൂർ ലൈൻ, രണ്ട് പറഞ്ഞാൽ സെയിം തന്നെയാണ്. കോണ്ടൂർ ലൈനിനെ തന്നെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. എ കോണ്ടൂർ ഓർ എ കോണ്ടൂർ ലൈൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫസ് വിത്ത് ദ സർഫസ് ഓഫ് ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എ സർഫസ് വിച്ച് ഈസ് പാരലൽ ടു മീൻ സ്പിറോയിഡൽ സർഫസ് ഓഫ് എർത്ത്.
എർത്തിന് പാരലായിട്ടുള്ള ഏത് സർഫസിനെയും, എർത്തിൻ്റെ ഷേപ്പ് ഇതാണെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഏത് സർഫസിനെയും നമുക്ക് ലെവൽ സർഫസ് എന്ന് പറയും. സോ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫസ് വിത്ത് ദ സർഫസ് ഓഫ് ഗ്രൗണ്ട്. രണ്ട് സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈനാണ് കിട്ടുക. ഏതൊക്കെയാണ് ആ സർഫസുകൾ? ഒന്ന് ഒരു ലെവൽ സർഫസ്, രണ്ടേത് സർഫസ് ഓഫ് ഗ്രൗണ്ട്. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിനെ, ആ ലൈനിനെ നമ്മൾ പറയുന്നതാണ് കോണ്ടൂർ ലൈൻ ഓർ സിംപ്ലി കോണ്ടൂർ. ദിസ് മീൻസ് എവറി പോയിന്റ് ഓൺ എ കോണ്ടൂർ ലൈൻ ഹാസ് ദ സെയിം ഓൾട്ടിറ്റ്യൂഡ് ആസ് ദാറ്റ് ഓഫ് ദ അസ്യൂംഡ് ഇൻ്റർസെക്റ്റിംഗ് സർഫസ്. നമ്മുടെ അസ്യൂംഡ് ലെവൽ സർഫസിൻ്റെ ലെവൽ എത്രയാണോ അത് തന്നെയായിരിക്കും ആ കിട്ടുന്ന കോണ്ടൂർ ലൈനിൻ്റെ ലെവൽ. ഇനി ഇത് കൂടുതൽ മനസ്സിലാവാനായിട്ട് നമ്മൾ സപ്പോസിങ് എ ഡിപ്രഷൻ ഈസ് പാർട്ട്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് RL of the water surface is say 60 meter, then the shoreline of this water represents 60 meter contour. നമുക്കൊരു ഡിപ്രഷൻ ഉണ്ട്, ഒരു കുളമുണ്ട്, ആ കുളത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന സർഫസ്, ദ സർഫസ് ഓഫ് എ സ്റ്റിൽ ലേക്ക് ഈസ് എ ലെവൽ സർഫസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർഫസ്, ഈ വാട്ടറിൻ്റെ സർഫസ് തീരവുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റുകളിൽ അതിനെ ഷോർ ലൈൻ എന്നാണ് നമ്മൾ പറയാം. ആ ഷോർ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷോർ ലൈനിൻ്റെ റെഡ്യൂസ് ലെവൽ, ഈ ഷോർ ലൈനിൽ വരുന്ന ഓരോ പോയിന്റുകളുടെയും റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അത് ഈ വാട്ടറിൻ്റെ സർഫസിൻ്റെ റെഡ്യൂസ് ലെവൽ തന്നെയായിരിക്കും, 60 മീറ്റർ ആയിരിക്കും. സോ ഷോർ ലൈൻ ഈസ് എ കോണ്ടൂർ ലൈൻ. ഷോർ ലൈൻ ഈസ് എ കോണ്ടൂർ. അത് ഓർത്ത് വയ്ക്കും. അതായത് നമ്മളുടെ പോണ്ടിലുള്ള വെള്ളം, ഇവിടെ വെള്ളം, ഇത് പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്, ഇതിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ലൈനിനെ പറയുന്നതാണ് 60 മീറ്റർ. 60 മീറ്റർ ആണ് ഈ കോണ്ടൂർ ലൈനിൻ്റെ റിഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഈ പോണ്ടിൽ വെള്ളം കൂടുകയാണെങ്കിൽ, സേ 1 മീറ്റർ ഹൈറ്റിൽ കൂടി വെള്ളം കൂടി, അതായത് ഇനീഷ്യലി വെള്ളത്തിൻ്റെ സർഫസ് ഇത്രയായിരുന്നു, 60 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ഷോർ ലൈനാണ്, ഈ എഡ്ജിൽ കാണുന്ന ഷോർ ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി വെള്ളം കൂടി, 1 മീറ്റർ കൂടി, സോ 61 മീറ്റർ ആയി. സോ വി വിൽ ഗെറ്റ് അനദർ ഷോർ ലൈൻ. അത് ഒരു വലിയൊരു ഷോർ ലൈൻ ആയിരിക്കും, ഇതിന് പുറത്താണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ അവിടെയുള്ളൊരു ഗ്രൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ച് ഈ ഷേപ്പ് മാറും. അപ്പോൾ ഇത് 61 മീറ്ററിലുള്ള കോണ്ടൂർ ലൈനാണ്. ഇതുപോലെ നമുക്ക് 62ൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും, 63, 64. അതുപോലെ ഉള്ളിലുള്ള കോണ്ടൂർ ലൈൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, 59. അവസാനം ഏറ്റവും താഴെയുള്ള, ഏറ്റവും ഡെപ്ത് കുറഞ്ഞ, ഏറ്റവും താഴെയുള്ള റിഡ്യൂസ് ലെവൽ ഏറ്റവും കുറഞ്ഞ ലൈനിൻ്റെ വരെ നമുക്ക് കോണ്ടൂർ ലൈൻസ് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു കുളമോ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനാണ് ഈ രീതിയിൽ കോണ്ടൂർ ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കോണ്ടൂറിങ്? Contouring means the process of tracing contour lines on the surface of the earth is called contouring. And the maps upon which these lines are drawn are called contour maps. അപ്പോൾ കോണ്ടൂർ മാപ്പ് എന്നുള്ളത് നേരത്തെ കാണിച്ചതാണ്. ദിസ് ഈസ് ആക്ച്വലി എ കോണ്ടൂർ മാപ്പ്. ഇതിനകത്ത് കോണ്ടൂർ മാപ്പിൽ ഗ്രീൻ കളർ റെപ്രസെൻറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈൻസ് വിത്ത് ഓരോ ലൈൻ്റെയും എലിവേഷൻ എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എലിവേഷൻ മീൻസ് ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. A contour map therefore gives an idea of the altitude of the surface features as well as their relative positions in plan. Thus, a contour map serves the purpose of both
പ്ലാൻ ആൻഡ് സെക്ഷൻ. ഒരു സ്ഥലത്തിൻ്റെ പ്ലാനും അതുപോലെ സെക്ഷൻ ഡീറ്റെയിൽസും നമുക്ക് ഒറ്റ മാപ്പിൽ നിന്ന് തന്നെ കിട്ടും, ഒരൊറ്റ ഡയഗ്രത്തിൽ നിന്ന്. ദാറ്റ് ഡയഗ്രാം ഈസ് നത്തിങ് ബട്ട് കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്ലാൻ മാത്രമല്ല നമുക്ക്, പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ മാത്രമല്ല നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇതിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എലിവേഷൻ, ഇതിൻ്റെ ഹൈറ്റുകളും നമുക്ക് അറിയാൻ സാധിക്കും. സോ ഇതും ഓർത്ത് വയ്ക്കും. So this diagram shows contour map of an area. Here contour map simply shows the lines which connecting points having same altitude, and that altitude will be marked in the respective lines. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കോണ്ടൂർ മാപ്പിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏരിയയുടെ ഒരു പ്ലാനും നമുക്ക് കിട്ടും, ഇതിൻ്റെ എലിവേഷൻ ഹൈറ്റും നമുക്ക് കിട്ടും. സോ സി ഹിയർ ലോട്ട് ഓഫ് സർക്കുലർ ലൈൻസ് ആർ ദർ. സർക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സർക്കിൾസ് ആണ്. ഏറ്റവും ഔട്ടറിലുള്ള സർക്കിളിൽ എലിവേഷൻ ഹയർ എലിവേഷൻ ആണ്, അതായത് 1004 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 1000 ആണ് വന്നിരിക്കുന്നത്, കുറഞ്ഞിരിക്കുകയാണ്. 900 ആൻഡ് സംതിങ് ആണ് അടുത്ത ലൈൻ, വീണ്ടും കുറഞ്ഞു വന്നു. ഏറ്റവും ഇന്നർമോസ്റ്റ് വരുമ്പോൾ 970 എന്ന് പറഞ്ഞ ഒരു എലിവേഷൻ വന്നു. നമുക്കറിയാം 970 എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഒരു എലിവേഷനാണ്, താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗം കുറച്ച് താഴ്ന്ന പ്രദേശവും ഇതിന് മുകളിലേക്ക് പോകുന്തോറും ഉയർന്ന പ്രദേശവും, ഇതൊരു ഡിപ്രഷനാണ്. സർക്കിൾസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡിപ്രഷനാണ്. അപ്പോൾ ഇതൊരു ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു കുളം പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ കോണ്ടൂർ മാപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഈ കോണ്ടൂർ ലൈൻസ് ഇവിടെയെല്ലാം വളരെ അടുത്തടുത്താണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഭയങ്കര സ്റ്റീപ്പാണ്, സ്ലോപ്പ് വളരെ കൂടിയ സ്ഥലങ്ങളാണ്. അതേസമയം ഇവിടെ എത്തുമ്പോൾ നോക്കൂ, ഇത് ഗ്യാപ്പ് കൂടുതലാണ്, ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്. ഗ്യാപ്പ് കൂടുതൽ മീൻസ് മൈൽഡ് സ്ലോപ്പാണ്, അതല്ലെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസാണ് ഇവിടെ വരുന്നത്. ഇനി ഒരു ഹില്ലി ഏരിയ ആണെങ്കിൽ, ഒരു ഹില്ലാണെങ്കിൽ ഇതേ സർക്കിൾസ് തന്നെയായിരിക്കും. ഒരു സിംഗിൾ ഹില്ലാണെന്നുണ്ടെങ്കിൽ, ഒരു കുന്ന് പോലത്തെ ഒരു പ്രദേശമാണെങ്കിൽ ഇതേ സർക്കിൾസ് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ വാല്യൂസ്, ഈ കോണ്ടൂർ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡുകൾ അത് കൂടിക്കൊണ്ടിരിക്കും മുകളിലേക്ക് പോകുന്നതോറും. ഏറ്റവും ചെറിയ സർക്കിളിൽ അല്ലെങ്കിൽ ഇന്നറിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് സർക്കിളിന് ഹയ്യസ്റ്റ് എലിവേഷനായിരിക്കും ഉണ്ടാവുക. പുറത്തുള്ള വലിയ വലിയ സർക്കിളിന് എലിവേഷൻ കുറഞ്ഞു വരും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് കോണ്ടൂർ മാപ്പ് റെപ്രസെൻ്റ് എ ഹിൽ. അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. നെക്സ്റ്റ് വി വിൽ ട്രൈ ടു സ്റ്റഡി അബൌട്ട് two terms very important: contour interval and horizontal equivalent. The constant vertical distance between two consecutive contours is called the contour interval. അതായത് രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഡയഗ്രാമാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻസ് എടുക്കാം. നമ്മൾ ഈ ഒരു കോണ്ടൂർ ലൈൻ എടുത്തു, ഇതെടുത്തു. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്. തൊട്ടടുത്തുള്ള കോണ്ടൂർ ലൈനിൻ്റെ എലിവേഷൻ 1004 ആണ്. അപ്പോൾ 4 മീറ്ററാണ് വ്യത്യാസം. സോ രണ്ട് കോണ്ടൂർ ലൈൻ തമ്മിലുള്ള വ്യത്യാസം, എലിവേഷനിലുള്ള ഡിഫറൻസ് 4 മീറ്റർ ആയതുകൊണ്ട് ദ കോണ്ടൂർ ഇൻ്റർവൽ ഈസ് 4 മീറ്റർ എന്ന് പറയാൻ സാധിക്കും. ഒരു കോണ്ടൂർ മാപ്പിൽ കോണ്ടൂർ ഇൻ്റർവെല് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് വയ്ക്കുക. ഏത് അടുത്തടുത്തുള്ള രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഇൻ്റർവെൽ, ദ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ദിസ് സെയിം 4 മീറ്റർ ആയിരിക്കും. അതായത് ഇത് 996 ആണെങ്കിൽ അതിന് താഴെയുള്ള ഇതൊരു പോണ്ടാണെങ്കിൽ ഇത് 992 ആയിരിക്കും. അപ്പോൾ ഓരോ വാല്യൂസും 4 മീറ്റർ വെച്ച് കുറഞ്ഞ് വരും. പോണ്ടാണെങ്കിൽ, ഒരു ഹില്ലാണെന്നുണ്ടെങ്കിൽ 4 മീറ്റർ വെച്ച് കൂടി വരും. സോ ദിസ് ഈസ് കോൾഡ്
contour interval. And the horizontal distance between any two adjacent contour is termed as horizontal equivalent. Vertical distance between the two consecutive contour is contour interval, and the horizontal distance between any two adjacent contour is called horizontal equivalent. പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, പ്ലാനിൽ കാണുന്ന ഡിസ്റ്റൻസ്, അത് ആക്ച്വലി മാറിക്കൊണ്ടിരിക്കും അറ്റ് എവറി പ്ലേസ്. ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് വിൽ ചേഞ്ച് if it is a continuously sloping ground with the same slope. In that case, horizontal equivalent will be same. Horizontal equivalent depends on slope of the ground. In a contour interval. Contour interval depends on the following factors. കോണ്ടൂർ ഇൻ്റർവെൽ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ നേച്ചർ. ഇൻ ഫ്ലാറ്റ് ആൻഡ് യൂണിഫോംലി സ്ലോപ്പിംഗ് കൺട്രി ദ കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് സ്മോൾ. ഒരുവിധം ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ, അധികം സ്ലോപ്പ് ഇല്ലാത്ത ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ യൂണിഫോംലി സ്ലോപ്പിംഗ് ടെറൈൻ ആണെങ്കിൽ ദ കോണ്ടൂർ ഇൻ്റർവെൽ ചെറിയ വാല്യൂ 0.5 മീറ്ററോ അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ ആയിരിക്കും കോണ്ടൂർ ഇൻ്റർവെലായിട്ട് എടുക്കുക. അതർവൈസ് രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ ചെറുതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് വരും. But in case of broken and mountainous region, the contour interval should be large. Otherwise, the contours will come too close to each other. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മൗണ്ടേനിയസ് റീജിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾ വലിയ വാല്യൂ എടുക്കണം. അതായത് 5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ ആ രീതിയിൽ കോണ്ടൂർ ഇൻ്റർവെലിൻ്റെ വാല്യൂ എടുത്തില്ലെങ്കിൽ മാപ്പ് വരച്ചു കഴിയുമ്പോൾ വളരെ അടുത്തായിരിക്കും ഈ ലൈൻസ് വരുന്നത്. ഇനി കോണ്ടൂർ ഇൻ്റർവെൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടർ, അത് പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ സർവേ. നമ്മുടെ ഈ സർവേയുടെ ഉദ്ദേശവും അതുപോലെ ഈ സർവേയുടെ ഒരു എക്സ്റ്റെൻറ്റ്, അത് എത്ര വലുതാണ് എന്നതിന്. കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് സ്മോൾ ഇഫ് ദ ഏരിയ ടു ബി സർവേഡ് ഈസ് സ്മോൾ ആൻഡ് ദ മാപ്സ് ആർ റിക്വയർഡ് ടു ബി യൂസ്ഡ് ഫോർ ദ ഡിസൈൻ വർക്ക് ഓർ ഫോർ ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എർത്ത് വർക്ക് എക്സെട്ര. ചെറിയ വർക്ക് പ്ലോട്ടുകളാണെങ്കിൽ, അതുപോലെ തന്നെ ഈ മാപ്പ് ഉപയോഗിച്ച് കോണ്ടൂർ മാപ്പ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ വർക്കുകൾ നമ്മളതിനകത്തുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡിസൈൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഓഫ് എർത്ത് വർക്ക്, മണ്ണിൻ്റെ ഒരു എർത്ത് വർക്ക് ഉണ്ടല്ലോ, മണ്ണിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, എർത്ത് വർക്ക് കട്ടിംഗ് ആണോ ഫില്ലിംഗ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ ചെറുതായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മാപ്പ് ഉണ്ടാക്കാനായിട്ട്. ഈ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കോണ്ടൂർ ഇൻ്റർവെലിൻ്റെ വാല്യൂ നമ്മൾ ചെറുതാക്കി വയ്ക്കാം. വൈഡർ ഇൻ്റർവെൽ ഷാൽ ഹാവ് ടു ബി കെപ്റ്റ് ഫോർ ലാർജ് ഏരിയാസ്. വളരെ ഏക്കർ കണക്കിന് വരുന്ന കുറേ ലാൻഡ് അതിൻ്റെ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ വലിയ ഇൻ്റർവെൽ യൂസ് ചെയ്യാം. ആൻഡ് കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അത് വർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് വർക്ക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ വർക്കിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടൂർ ഇൻ്റർവെൽ ചെറുതാക്കി വെക്കണം. നെക്സ്റ്റ് ഫാക്ടർ, കോണ്ടൂർ ഇൻ്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ, തേർഡ് ഫാക്ടർ ഇസ് സ്കെയിൽ ഓഫ് ദ മാപ്പ്. ദ കോണ്ടൂർ ഇൻ്റർവെൽ ഷുഡ് ബി ഇൻ ദ ഇൻവേഴ്സ് റേഷ്യോ ടു ദ സ്കെയിൽ. That is, the smaller the scale, the greater the contour interval. Smaller scale means 1:200 is smaller scale than 1:10. Next factor is the time and expense of field and office work. The smaller the interval, the greater is the amount of field work and plotting work. നമുക്കറിയാം, ചെറിയ കോണ്ടൂർ ഇൻ്റർവെലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിൽ കുറച്ചധികം ലൈൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും.
സോ ഓബിയസ്ലി ഓഫീസ് വർക്കും ഫീൽഡ് വർക്കും അത് കൂടുതലായിരിക്കും, ടൈമും കൂടുതൽ വേണ്ടി വരും. നെക്സ്റ്റ്, കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന കോണ്ടൂർ ഇൻ്റർവെൽസിൻ്റെ വാല്യൂസ് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. ഫോർ ലാർജ് സ്കെയിൽ മാപ്സ് ഓഫ് ഫ്ലാറ്റ് കൺട്രി, ഫോർ ബിൽഡിംഗ് സൈറ്റ്സ്, ഫോർ ഡീറ്റെയിൽഡ് ഡിസൈൻ വർക്ക് ആൻഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് എർത്ത് വർക്ക് 0.2 to 0.5 മീറ്റർ, വളരെ ചെറിയ വാല്യൂസാണ് യൂസ് ചെയ്യുക. ഫോർ റിസർവോയേഴ്സ് ആൻഡ് ടൗൺ പ്ലാനിങ് സ്കീംസ്, ഒരു റിസർവോയർ ഉണ്ടാക്കാനുള്ള ഒരു സർവേ ചെയ്യുകയാണ്, കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൗൺ പ്ലാനിങ് സ്കീം, ഒരു മൊത്തത്തിൽ ഒരു വലിയൊരു ടൗൺ തന്നെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ 0.5 to 2 മീറ്റർ, ആ ഒരു ഗ്യാപ്പിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ചൂസ് ചെയ്യുക. ഫോർ ലൊക്കേഷൻ സർവേസ്, അത് കുറച്ചുകൂടി വലിയൊരു സർവേ ആണ്, 2 to 3 മീറ്റർ ഇൻ്റർവെല്ലിൽ വരെ എടുക്കാം. ഫോർ സ്മോൾ സ്കെയിൽ മാപ്സ് ഓഫ് ബ്രോക്കൺ കൺട്രി ആൻഡ് ജനറൽ ടോപ്പോഗ്രഫിക്കൽ വർക്ക്, ഒരു രാജ്യത്തിൻ്റെ വലിയൊരു മാപ്പാണ് ഉദ്ദേശിക്കണമെങ്കിൽ, വലിയ രീതിയിലുള്ള മാപ്പാണ് 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, ഈവൻ 25 മീറ്റർ ഇൻ്റർവെൽസിൽ വരെ എടുക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ്. ഫസ്റ്റ് വൺ, ഓൾ പോയിന്റ്സ് ഇൻ എ കോണ്ടൂർ ലൈൻ ഹാവ് ദ സെയിം എലിവേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ കോണ്ടൂർ ലൈനിലുള്ള എല്ലാ പോയിന്റുകളിലും, ദിസ് പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ എ കോണ്ടൂർ ലൈൻ വിൽ ഹാവ് സെയിം എലിവേഷൻ, സെയിം ഓൾട്ടിറ്റ്യൂഡ് ഓർ സെയിം ഹൈറ്റ് ഫ്രം ദ ഡാറ്റം സർഫസ്. ഫ്ലാറ്റ് ഗ്രൗണ്ട് ഈസ് ഇൻഡിക്കേറ്റഡ് വേർ ദ contour are widely separated and steep ground is indicated where they run close together. നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, കോണ്ടൂർ ഇൻ്റർവെല്ല് വളരെ കോണ്ടൂർ ലൈൻസ് വളരെ അകലത്തിലാണെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ടെറൈൻ ആയിട്ടാണ് നമുക്ക് പറയാം, മൈൽഡ് സ്ലോപ്പാണ് ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ ദിസ് റെപ്രസെൻറ്റ് എ സ്റ്റീപ്പ് ഗ്രൗണ്ട്, വളരെ സ്റ്റീപ്പാണ് ഈ ഗ്രൗണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ 1 2 3 4 4 ലൈൻസാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ 1 2 3 4, ഈ 4th ലൈൻ കോണ്ടൂർ ഇൻ്റർവെല്ലിൽ രണ്ടിലും നമ്മൾ വെച്ചിരിക്കുന്നത് 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. 5 മീറ്റർ ആണ് കോണ്ടൂർ ഇൻ്റർവെൽ. സോ 1 2 3, ദർ ആർ 3 ഗ്യാപ്സ്, 4 ലൈൻസ് ആർ ദർ. സോ ഈ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 into 4 is equal to 20 മീറ്റർ ആണ്. 20 മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അത് ഇത്രയും വലിയൊരു ലെങ്ത്തിലാണ് 20 മീറ്റർ വരുന്നത്. വേറാസ് ഇവിടെ ഈ വളരെ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിൽ, പ്ലാനിൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ 20 മീറ്റർ, സെയിം 20 മീറ്റർ ഹൈറ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. സോ ഇത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും, ഇത് ഒരുവിധം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടെറൈൻ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ യൂണിഫോം സ്ലോപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് when the contour lines are uniformly spaced. യൂണിഫോമായിട്ട് സ്പേസിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു യൂണിഫോം സ്ലോപ്പ് ആയിരിക്കും. ആൻഡ് എ പ്ലെയിൻ സർഫസ് വെൻ ദേ ആർ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. സ്ട്രെയിറ്റ് മാത്രമല്ല, സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്, ഈ 3 കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. A series of closed contour lines on the map represent a hill. If the higher values are inside, figure 8.1. ഇത് നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്. ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് represent a hill if the higher values are inside. ഇവിടെ നോക്കുക, 60 മീറ്ററിൻ്റെ കോണ്ടൂർ ലൈനാണ് ഔട്ടറിൽ കൊടുത്തിരിക്കുന്നത്. 65, 70, 75, 80 ആണ് ഏറ്റവും ഇന്നർമോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇന്നർമോസ്റ്റ് ആണ് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം എന്ന് മനസ്സിലാക്കാം. ഏറ്റവും പുറമെ ഹൈറ്റ് കുറഞ്ഞ സ്ഥലമാണ്. സോ അത് ഡെഫിനറ്റ്ലി ഒരു ഹില്ലാണ്, ഒരു കുന്നാണ് അത്. ഇത് എലിവേഷൻ കാണിച്ചിരിക്കുന്നതാണ്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം ഈ ഉള്ളിൽ ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. അത് ഇവിടെ 80 മീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹില്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. അതുപോലെ ഒരു ഡിപ്രഷൻ, ഒരു താഴ്വാര, ഇവിടെയൊക്കെ മണ്ണുണ്ടാവും. ഇതൊരു താഴ്വാരയാണ്,
ഒരു 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 വാലിയാണിത്. ഈ ഡിപ്രഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതൊരു പോണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ സെയിം ഇവിടെ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ വരാം. ബട്ട് എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സിലാണ് വരിക. അതായത് നമുക്കറിയാം പോണ്ടിന് ഏറ്റവും ഉള്ളിൽ ഏറ്റവും ഇന്നറിൽ വരുന്നത് ഏറ്റവും താഴ്ന്ന പ്രദേശം. അപ്പോൾ 60 ലെവൽ എന്ന് പറയുന്നത് ഇന്നറിൽ 60 ലോ എലിവേഷനാണ്, ഔട്ടറിൽ ഹയർ എലിവേഷൻ 80. അപ്പോൾ ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഇറ്റ് വിൽ ബി എ ഡിപ്രഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർസ് ഓൺ ദ മാപ്പ് ഇൻഡിക്കേറ്റ് എ ഡിപ്രഷൻ if the higher values are outside. Next peculiarity is contour lines across ridge or valley lines at right angles. അതായത് ഒരു റിഡ്ജ് അല്ലെങ്കിൽ ഒരു വാലി ലൈൻ. ഇപ്പോൾ ഒരു മലയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഡ്ജ് ലൈൻ എന്ന് പറയുന്ന ലൈൻ, ആ റിഡ്ജ് ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന കോണ്ടൂർ ലൈനിൻ്റെ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദിസ് വൺ, the angle between the ridge and the contour line will be 90 degree. അതുപോലെ വാലി ലൈൻ ആണെങ്കിലും സെയിം തിങ്, the angle will be 90 degree. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിഡ്ജ് ആണോ വാല്യൂ ആണോ എന്ന് തിരിച്ചറിയാൻ ഒരു മെത്തേഡുണ്ട്. ഇതാണ് റൂള്. ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ് ദ ബെൻഡ് ഓർ ലൂപ്പ് ഇൻ ദ കോണ്ടൂർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിഡ്ജ്. അതായത് ഈ ബെൻഡിൻ്റെ ഉള്ളിൽ ഹയർ വാല്യൂസ്, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 110 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 100 എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലാണ് ഹയർ വാല്യൂസ് വന്നിരിക്കുന്നത്, അത് റിഡ്ജാണ്. ഇവിടെ അങ്ങനെയല്ല, വാലിയുടെ കേസിൽ എങ്ങനെയാണ്, നേരെ തിരിച്ചാണ്. ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് ലോവർ വാല്യൂസ് ആണ്, ഇവിടെ താഴത്തേക്ക് വരുന്നതോറും ലോവർ വാല്യൂസ് ആണ്. ആൻഡ് ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഔട്ട്സൈഡ് ദ ബെൻഡ് ഇറ്റ് റെപ്രസെന്റ് എ വാല്യൂ. കോണ്ടൂർ ലൈൻസ് cannot end anywhere. It's very important point. Contour lines cannot end anywhere but close on themselves, either within or outside the limits of the map. ഒരിക്കലും ഒരു കോണ്ടൂർ ലൈൻ സഡനായിട്ട് സ്റ്റോപ്പ് ആവില്ല. അത് ഒരു ക്ലോസ്ഡ് ലൈനായിട്ട് തന്നെയാണ് ഈ ഒറിജിനൽ ലൈനിലേക്ക് തന്നെ വന്ന് അവസാനിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്നെങ്കിൽ ഈ മാപ്പിനകത്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മാപ്പിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും. കോണ്ടൂർ ലൈൻസ് cannot merge or cross one another on map except in the case of a overhanging cliff. ഒരു ക്ലിഫിൻ്റെ കേസിലല്ലാതെ ലൈൻസ് cannot merge അല്ലെങ്കിൽ ക്രോസ് വൺ അനദർ. അപ്പോൾ ക്ലിഫിൽ അങ്ങനെ ആയിരിക്കും. 8.5 ഫിഗർ 8.5 നോക്കാം. സോ ദിസ് ഈസ് ദ ക്ലിഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സഡനായിട്ട് വേർട്ടിക്കൽ കട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അതിന് കോണ്ടൂർ മാപ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് ജോയിൻ ആവുന്നുണ്ട് ഈ ഒരു ക്ലിഫിൻ്റെ ഈ ഒരു പോയിന്റിൽ. ഓവർ ഹാങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, പുറത്തേക്ക് ചാടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് ഈ ഡോട്ടറിൽ കാണിച്ചിരിക്കുന്നത് ഓവർ ഹാങ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ കോണ്ടൂർ ലൈൻസ് ആണ്. The next point is contours never run into one another except in the case of a vertical cliff. In this case, several contours coincide and the horizontal equivalent become 0. So, look at the figure. ഇതിൽ vertical cliff, overhanging ക്ലിഫിൽ നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗം പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ടാവും. വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞാൽ ആ ചാട്ടം ഉണ്ടാവില്ല, പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ സർഫസ് ആയിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇഫ് യു ഡ്രോ ദ കോണ്ടൂർ ലൈൻസ്, അത് ആ ഭാഗത്തിൽ വന്ന് മെർജ് ചെയ്ത് നിൽക്കും. ഓൾ ദ കോണ്ടൂർ ലൈൻസ് വിൽ മീറ്റ് അറ്റ് ദ സെയിം പോയിന്റ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. Now the last peculiarity,
Depression between summits is called a saddle. രണ്ട് സമിറ്റുകൾ. അപ്പോൾ ഈ ഡയഗ്രം നോക്കാം. ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. കാരണം ഇതിൻ്റെ 110, 100, ദെൻ 90. ഏറ്റവും ടോപ്പ് പോയിൻ്റ് ഇതാണ്, ഹയസ്റ്റ് പോയിൻ്റ്. താഴത്തേക്ക് വരുന്നതോറും ലോവസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ടാണ് വരുന്നത്, എലിവേഷൻ കുറഞ്ഞിട്ടാണ് വരുന്നത്. സെയിം തിങ് ഹിയർ. ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ്, ഇത് ഹയസ്റ്റ് പോയിൻ്റ്. സോ ഇത് രണ്ട് സമിറ്റ്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഉയരം കുറഞ്ഞ പ്രദേശം. Actually, it is a depression. The depression between summits is called a saddle. So, it is represented by 4 sets of contours as shown in figure. It represents a dip in a ridge. അതായത് ഇതിൻ്റെ റിഡ്ജ് ലൈൻ ഈ ഒരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ഇവിടെ റിഡ്ജ് ലൈൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത്രയും ഏരിയയിൽ, സോ റിഡ്ജ് ലൈൻ ഹിയർ, സോ ദിസ് മച്ച് ഏരിയയിൽ റിഡ്ജ് ലൈനിൽ ഇല്ല. ഇറ്റ് ഇസ് എ ഡിപ്പ്, ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിപ്പ് ഇൻ എ റിഡ്ജ് ലൈൻ ഓർ ദ ജംഗ്ഷൻ ഓഫ് 2 ridges. And in the case of a mountain range, it takes the form of a pass. അതൊരു സീരീസ് ഓഫ് മൗണ്ടെയ്ൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത് ഒരു ഷോർട്ട് കട്ട്, ഒരു ഷോർട്ട് പാസ്സാണ് വരുന്നത്. ലൈൻ പാസിംഗ് ത്രൂ ദ സാഡിൽ ആൻഡ് സമ്മിറ്റ് ഗീവ്സ് വാട്ടർഷെഡ് ലൈൻ. അപ്പോൾ സാഡിൽ എന്ന് പറയുമ്പോൾ താഴ്ന്ന പ്രദേശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോണ്ടൂർ ലൈൻസ് വരുന്നത് ഈ സ്ഥലത്തും വരും, അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വരും. സോ ഇത് 90, ദെൻ 80, 60 അങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് വരുന്നവരും കുറഞ്ഞു വരുന്നത്. So with this I would like to conclude. So we have discussed in this class about contouring, contour or contour line. The definition for the contour line is discussed. Then we have studied about contour interval and horizontal equivalent. Then the factors influencing the contour interval were listed. After that, we have studied the characteristics of contour lines. We studied around 10 numbers. In the next class, we will study more details about contouring. Thank you.